അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേയും സാറ്റർഡേയും ഒക്കെ ചെയ്ത കുറച്ച് കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പോയി വാതിലൊക്കെ തുറന്ന് നമ്മൾ വേഗത നമ്മുടെ പണികളൊക്കെ ഒന്ന് വേഗം തീർക്കണം. കാരണം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഗസ്റ്റ് വന്ന ശേഷം വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അവർ വരുന്നതിന് മുമ്പ് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തു വെച്ചു. അതുവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ നെയ്യിൻ്റെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ നമ്മുടെ നമ്പർ കൊടുക്കാം, എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. ബിസിനസ് നമ്പറാണ്, അത് കൊടുക്കാം. നെയ്യ് ആവശ്യമുള്ളവർ മാത്രമായിട്ട് അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മാഷാഅല്ലാഹ് അപ്പോഴേക്കും നമുക്ക് 10 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അവർക്കൊക്കെ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. എന്തായാലും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കുള്ളൂ. അത്രയും ഫ്രഷ് ക്വാളിറ്റിയാണ്. പേടിക്കാണ്ട് കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം. നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള നെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അതിലേക്ക് മെസ്സേജ് ആക്കിയാൽ മതി. നമ്മുടെ ബിസിനസ് നമ്പർ ആണെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ആക്കുക, പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കേട്ടോ. അപ്പോൾ ഇതാ വേഗം ഇക്ക പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിറയെ അടുക്കാട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കാറിൻ്റെ പിന്നാലെ ഓടുന്നത് പെട്ടെന്നാണ് ചെറിയൊരു ഓർമ്മ വന്നത്. പക്ഷെ ഇക്ക കണ്ടില്ല ഞാൻ പിന്നാലെ ഓടുന്നത്. ഗ്ലാസ് അടച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഫോണൊക്കെ എടുത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്കും ഒരു സമയമാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് എൻ്റെ പണികൾ ഏർപ്പെട്ട് നിന്നു കേട്ടോ. ഇനി മൂപ്പര് വന്നിട്ട് ആ കാര്യം പറഞ്ഞ് ഒന്നുകൂടെ ചെയ്യിപ്പിക്കാം, ഒന്നുകൂടെ പോകാൻ പറയും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വേഗം ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ അടുക്കാട്ടേക്ക് ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഉണ്ടല്ലോ കാറ്റിന് ഈ സൈഡിലോട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടും കേട്ടോ ഈ ചവറ്. ഞാൻ വേഗം പോയി അടിച്ചു വാരി വേസ്റ്റ് ഒക്കെ കളഞ്ഞു വരുമ്പോഴത്തേക്കും ഇവിടെ കാറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ പോയി എത്തിയിട്ടുണ്ടാവും. ഞാൻ കയ്യിലുണ്ടെങ്കിൽ അപ്പോഴേ അങ്ങനെ ഇതാ വേഗം ഞാൻ പാലൊക്കെ കിച്ചണിലോട്ട് എടുത്തിട്ട് വന്നിട്ട് ഇനി ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വിരുന്നിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കണം. ഇന്നലെ നൈറ്റാണ് കേട്ടോ നമ്മൾ പണികൾ ഒരുക്കി വെക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പിന്നെ ഞാൻ പ്ലാറ്റ്ഫോമിൽ വിരിച്ച സാധനം ഉണ്ടല്ലോ, അതൊരു വാൾപേപ്പറാണ്. അത് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു വുഡിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിരുന്നത് കേടുവന്നു. അപ്പം എന്നോട് കുറേ പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എത്ര കാലം നിൽക്കും, എങ്ങനെ നിൽക്കും. ഒരുപാട് കാലം നിൽക്കില്ല കേട്ടോ. നമ്മളത് കേടുവരും. എല്ലാറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യന്മാർക്ക് അടക്കമുണ്ട്, പിന്നെയല്ലേ ഇങ്ങനത്തെ സാധനങ്ങൾക്ക്. അപ്പം ആ ഒരു രീതിയിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റൂല. ചൂടുള്ളതൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചായ റെഡിയായപ്പോൾ ഞാൻ വേഗത പാലൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിലോട്ട് ചായയൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ ചായ എല്ലാം കുടിക്കണം. ഞാൻ തടിച്ചു കേട്ടോ. അത് ശരിക്കും ഞാൻ തടിച്ചു. എന്നോട് തടിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെലിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മെലിഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കണ്ണ് കാണൂലായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ തടിച്ചു. ജോക്ക് പറഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക,
എന്താ പറയാ, വിഷമിക്കണ്ട. പിന്നെ ഇതാ വേഗം പോയിട്ട് ഞാൻ എന്താ പറയാ ചായ കുടിച്ചു. വെറുതെ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കണ്ടു അല്ലെ. പിന്നെ കുറച്ചധികം ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതിനേക്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. ചിക്കൻ 65 മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കണം. പക്ഷെ ഞാൻ അതിന്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ, കുറെ കാണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോ ലാസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരു ബിരിയാണിയുടെ റെസിപ്പി ചുമ്മാ വെക്കാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ ബിരിയാണിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാ ഐറ്റംസും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ചിക്കന് നമ്മൾ ഇന്ന് മുഗളായി ചിക്കനാണ് ഗ്രേവി ആക്കിയിട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. അതിലോട്ട് ഞാൻ എക്സ്ട്രാ ഒരു കുഞ്ഞു സാധനം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ എന്തുണ്ടാക്കുമ്പോഴും അതിന്റെ പുറകെ നമ്മുടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആഡ് ചെയ്യൂലേ, അതേപോലെയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ എണ്ണി എടുക്കുന്നുണ്ട്. 2 കിലോ ഉള്ളി, 2 കിലോ ചോറിന് 8 ഉള്ളിയാണ് വേണ്ടത്. പിന്നെ ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നല്ല വലുതാണെങ്കിൽ 3 ഉള്ളി മതി കേട്ടോ 1 കിലോയ്ക്ക്, അല്ലെങ്കിൽ 4 ഉള്ളി വേണം മീഡിയം സൈസ് ആണെങ്കിൽ. കുഞ്ഞതാണെങ്കിൽ 5 ഉള്ളി വേണം കേട്ടോ. അങ്ങനെ നമ്മളിതാ വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതേപോലെ തന്നെ തക്കാളിയും ഭയങ്കര വലുതാണ്. നമ്മൾ സ്ഥിരം കഞ്ചിക്കോടുന്ന ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാറുണ്ട്, അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളിയും വേണം ബിരിയാണിക്ക്. നമ്മൾ ഓരോന്നോരോന്നായി നന്നാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു പാകിസ്ഥാനി ഡ്രാമ കാണുന്നുണ്ട്. എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കാണുന്നത്. ഉറുദു ഉണ്ടാവില്ലേ. എന്നിട്ട് എൻ്റെ മോൻ വന്നിട്ട് ചോദിക്കും, ജിനിമാക്ക് ഇതൊക്കെ അറിയോ, ഉറുദുവും ഹിന്ദിയൊക്കെ അറിയോ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇത് ഹിന്ദി അല്ലേ ചോദിച്ചു. അപ്പൊ ഇല്ല, ഇത് ഉറുദു ആണ്. ഹിന്ദിയും ഉറുദു ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കും, ഇതറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കിപ്പോ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് അറിഞ്ഞിട്ട് വേണോ, നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റൂലേ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ട് ഇപ്പോ പുതിയൊരു ഡ്രാമ കാണുന്നുണ്ട്. 28 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 28ാമത്തെ എപ്പിസോഡ് ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ മുതൽ കുറച്ചധികം ബിസിയായി. ഇപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബ്, പിന്നെ ഈ ഗീയുടെ പരിപാടി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മള് ഒന്നുകൂടെ എൻഗേജ്ഡ് ആവും. എനിക്ക് ഒത്തിരി സമയമൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം പറ്റുകയും ചെയ്യും. ചില സമയത്ത് നമ്മൾ ഡള്ളായി പോകുമ്പോഴാണ് കയ്യിൽ നിന്നെല്ലാം പോകുന്നത്. അപ്പോഴാണ് യൂട്യൂബ് വീഡിയോ വൈകുന്നത്, യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് ഒക്കെ അങ്ങനെയുള്ള പല റീസൺ കൊണ്ടും കൂടെയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇവിടെ തക്കാളിയും ഉള്ളിയും ചിക്കനും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ പണി. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മളോട് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്പർ എവിടെയെന്ന് ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഞാൻ ഈ വ്ളോഗിൽ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ ശേഷം എടുത്താൽ മതി. അപ്പൊ മുഗളായി ചിക്കന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറെ ക്യാഷ്യൂ വേണം, അതുപോലെ ഉള്ളി പൊരിച്ചിട്ട് എടുക്കുകയും ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒരു 3 ഉള്ളി നമ്മുടെ സ്ലൈസറിൽ ഇട്ടിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രീതിയുടെ സോഡിയാക്കാണ് കേട്ടോ, ഫുഡ് പ്രോസസർ ആണ്. കുറെ പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതല്ല, പക്ഷെ ഓൺലൈനിൽ ഇത് കിട്ടും കേട്ടോ. റേറ്റ് വന്നിട്ട് ഞാൻ മേടിക്കുന്ന സമയത്ത് വന്നിട്ട് 11-12 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ അതിനേക്കാൾ കമ്മിയായിട്ടുണ്ടാവുമായിരിക്കും വേണമെങ്കിൽ. അപ്പൊ ഉള്ളി ഞാൻ ഇത്രയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത ശേഷം ഞാൻ ഇതിൽ നന്നായിട്ട് പിഴിഞ്ഞതിന്റെ ഓയിലൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഓയിലാകും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രയറിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഈ ഒനിയന് ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. പിന്നെ ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ ഇതിന്റെ സ്റ്റോറി? പറയാട്ടോ, ലാസ്റ്റ് പറയാം. നമുക്ക് എന്തായാലും ഇപ്പൊ റെസിപ്പി കാണാം. അതായത് ഞാൻ ആ കയ്യിലിട്ട സാധനത്തിനാണ് കേട്ടോ ഒരു സ്റ്റോറി ഉള്ളത്. ഞാൻ എന്തായാലും ഈ റെസിപ്പിയൊക്കെ ഒന്ന് കഴിയട്ടെ. മിക്സിയുടെ ജാറിലോട്ട് ഉള്ളി പൊരിച്ചതും ക്യാഷ് ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത് തേങ്ങ കൊത്താണ്. പിന്നെ ഒരു തക്കാളി, ഒരു വലിയ സ്പൂണിലോട് 1.5 സ്പൂണ് കയ്യില് തൈര്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം. നല്ല പോലെ അരയ്ക്കണം കേട്ടോ. ക്രീമി ടെക്സ്ചറാണ് വേണ്ടത്. പിന്നെ നെയ്യ്
എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം ചിക്കൻ ഇതുപോലെ അങ്ങ് കൊട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അത് തന്നെ കിനിഞ്ഞ് വരും. ചിക്കൻ വേവേണ്ട വെള്ളമൊക്കെ അത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സംഗതി ഇവിടെ സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു ചായയും കൂടി ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ചായ വേണം പറഞ്ഞിട്ട് ഇക്ക മട്ടൻ മേടിക്കാൻ പോയതായിരുന്നു കേട്ടോ. പിന്നെ വന്നപ്പോൾ ചായയൊക്കെ വേണം പറഞ്ഞപ്പോൾ നമ്മൾ വേഗം ഒരു ചായയൊക്കെ റെഡി ആക്കി കൊടുത്തു. നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട് 1/4 ഭാഗം. അതിന് ശേഷമാണ് ഞാൻ ഈ അരച്ച ക്രീമി ടെക്സ്ചറിലുള്ള ഈ അരപ്പില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഏകദേശം 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, ഇത്രയും പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാണ്ട് എടുത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം കൂടെ കുറച്ച് ഒഴിക്കുക. നമ്മുടെ ഈ ഒരു മുകളായി ഗ്രേവി ഉണ്ടല്ലോ, നമ്മുടെ ചപ്പാത്തി, പത്തിരി, പൊറോട്ട ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ ഗീ റൈസ് ആണെങ്കിലും ടേസ്റ്റ് ആണ്. ഉപ്പ് വേണം എന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിന് നിന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് തീർന്നു കിട്ടുമല്ലോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ അതാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ ഇന്ന് കുറുമ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എഗ്ഗും ഇതുപോലെ ഒന്ന് ബുൾസൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് അങ്ങ് കഴിയും. ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ഫുഡ് അധികം ഉള്ള ഒരു സംഭവം കൂടിയല്ലേ. അതിന് നമ്മുടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്തിട്ടും കൂടെ എടുക്കണം കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഒരു സിനിമയൊക്കെ ഇരുന്ന് കണ്ടു. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയൊക്കെ കണ്ട ശേഷം ഞാൻ വേറൊരു റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുക. ആക്ച്വലി നമ്മുടെ വ്ളോഗ് തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജിലേബി, മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ചു വെച്ചതുണ്ടല്ലോ. നമ്മുടെ ഉറുമ്പ് സാറ് വന്നിട്ടേ ഫുള്ള് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം അതൊന്ന് മാറ്റി. സാധാരണ അങ്ങനെ ഉറുമ്പൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല. വേഗം ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ അടച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിരുന്നു. അത് ഇതുപോലെ ഞാനൊരു ബോക്സിലേക്ക് ആക്കിയാണ്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. ഇനി തലേ ദിവസം ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ കൊള്ളി ചിപ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ എപ്പോഴും മേടിക്കാറുണ്ട്. ആഫ്റ്റർ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ തലേദിവസം ഞാൻ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഒന്ന് നന്നാക്കി അതിനൊന്ന് അരച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി അങ്ങനെ തീർന്നു കിട്ടും. നോമ്പിന് ഇനി എന്തായാലും ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ. കുറച്ച് അധികം തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറൊന്നും മാറൂല. ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇവിടെ നന്നാക്കിയിട്ട് എടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി നന്നാക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക, എന്താണ് വിശേഷം എന്നുള്ളതൊക്കെ. ഈ പറഞ്ഞ പോലെ ഗീന്റെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ കമന്റ് വഴി ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അങ്ങനെ സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ കഴിച്ചാൽ പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു രീതിയിലുള്ള സ്വീറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ചിയാ സീഡ് ഞാനിവിടെ ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചിയാ സീഡ് നമ്മൾ സ്വീറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു റിച്ച് ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ സേമിയ അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാലിൽ വേണമെങ്കിൽ വേവിക്കുക. ഞാൻ എന്തായാലും വെള്ളത്തിൽ വേവിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക ചെയ്യണത്. അതിൻ്റെ ഒരു ഫാറ്റ് പോകാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 1.5 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീ എടുക്കേണ്ടത് എനിക്ക് ഓർമ്മ വരുന്നത്, ഗീ എടുത്തത് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇനി എനിക്ക് 2 പാത്രത്തിലുള്ള ഗീയും കൂടി എടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗീ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യാൻ മറക്കരുത്. മുത്തുമണീസ് എന്നൊക്കെ എനിക്ക് വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാ.
ഓക്കെ ഗൈസ്, മുത്തുമണീസ് കുട്ടികളെ അല്ലെ ഞാൻ എന്താ വിളിക്കാറ്, ഫ്രണ്ട്സ് എന്നല്ലേ ഞാൻ വിളിക്കാറ്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇതാ നമ്മള് സേമിയ ഇതുപോലെ തിളച്ച പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് അതുപോലെ നമ്മൾ കസ്റ്റാർഡ് ഇവിടെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും ചേർത്തി എടുക്കണം. അപ്പൊ ഇതൊന്ന് വെന്തിട്ടുണ്ട്, പാല് തിളച്ച് വന്നിട്ടുണ്ട്, കസ്റ്റാർഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി എടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും കേട്ടോ. അപ്പൊ കാണാനും ഒരു മെന ഉണ്ടാവില്ല. ഇത് പിന്നെ കട്ട പിടിച്ചാലും നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് എടുക്കാനും പറ്റൂല കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വെള്ള എസൻസ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം പൈനാപ്പിളിന്റെ ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ കൂടുതൽ ഇപ്രാവശ്യം ആഗ്രഹം ഉണ്ടായിരുന്നത്. പൈനാപ്പിളും റോസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പൈനാപ്പിൾ ഒന്ന് ഷുഗർ സിറപ്പിൽ വേവിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇതേക്ക് നമ്മുടെ ഇതൊന്ന് ചൂടാറൊക്കെ ചെയ്യണ്ടേ, ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ ഇതുപോലെ കമന്റ് വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമ്മളോട് ഇതാ ഹായ് ഇത്ത എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ സൂപ്പർ അങ്ങനെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഡയറ്റ് ആക്കുമ്പോൾ അപ്പം കഴിക്കുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ഇടണേ എന്നുള്ളത്. എനിക്ക് ഡയറ്റിങ് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നോമ്പിനെങ്കിലും ഒന്ന് സെറ്റാക്കണം വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടില് ഇങ്ങനെ പണിക്കൊക്കെ വരുന്ന ആൾക്കാരുടെ കൂലി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നില്ല. 1 കിലോ ഗീക്ക് എന്താ റേറ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മൾ 1000 rupees പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഗീ ഓർഡർ ചെയ്യുന്ന നമ്പർ എവിടെ ചോദിക്കുന്നുണ്ട്. നമ്പർ ഇതാ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും ഓർഡർ ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ വേഗം നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ആ ഒരു പുളി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിന് തന്നെ നല്ലൊരു ടേസ്റ്റും എല്ലാം വരും. അപ്പോൾ അത് വേഗം ചെയ്ത ശേഷം നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ റൂഹബ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നോമ്പായി കഴിഞ്ഞാൽ റൂഹബ്സിന്റെ ഒരു ചാകരയായിരിക്കും, ചാകര. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിയാ സീഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കസ്റ്റാർഡും സേമിയയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പുഡിംഗ് പോലെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ലെയറും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഏറ്റവും ടോപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇടയിൽ കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ ഇവിടെ 3 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ബാക്കിയുള്ളത് ഇതുപോലെ മുകളിൽ എല്ലാം കൂടെ ഒന്ന് നിരത്തി ഇടുന്നുണ്ട്. പിന്നെ മുന്തിരിയും ബ്ലാക്കും അതുപോലെ ഗ്രീനും കൊടുക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ ഇച്ചിരി പുളി ഉണ്ടാവും, പക്ഷെ ആ പുളി ഇതിന് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐസ്ക്രീം വേണമെന്നുള്ളത് ഭയങ്കര ഇതാണ് കേട്ടോ ഐസ്ക്രീം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളിതാ ലാസ്റ്റ് ഇതുപോലെ നമ്മുടെ റോസ് എസൻസ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, റൂഹബ്സ. പിന്നെ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ അങ്ങിട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നല്ല തണുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇതുപോലെ സെറ്റായ ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും സെറ്റാൻ വേണ്ടിയൊന്നും കാത്തുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. നമ്മുടെ റൂഹബ്സൊക്കെ നന്നായിട്ട് മിക്സ് ആക്കണം, എന്നാലുള്ളൂ ആ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം നെക്സ്റ്റ് വായിക്കാനുള്ള എവിടെയായിരുന്നു ജിനി? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ആരോ ഹോസ്പിറ്റലിലെ കസിനാണ്. സൂപ്പർ വീഡിയോ, ബിരിയാണി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. മുത്തേ നെയ്യ് അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ ഓർഡർ ചെയ്താൽ മതി, നമ്പർ കൊടുക്കാം കേട്ടോ. ഞാനിതാ നമ്മുടെ ചിക്കൻ 65 ആവശ്യമുള്ള മസാലകളൊക്കെ റെഡിയാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ എൻ്റെ ഒരു വായിക്ക് ഞാൻ ഇച്ചിരി കസൂരി മെത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതാ നമുക്കിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുന്നതിന് മുമ്പ് കോൺഫ്ലവറും അരിപ്പൊടിയും ഈക്വലായിട്ട് ഇട്ടിട്ട് കുറച്ചും കൂടെ തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയാണ്, ഉള്ളിലൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെയൊക്കെ തന്നെ അങ്ങ് തീരാറായി. ഞാൻ എൻ്റെ ആ ഒരു ഗ്ലൗസിന്റെ സ്റ്റോറി പറഞ്ഞിട്ടില്ല അല്ലേ, അത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞാലോ. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. ഈ വീഡിയോ ഇങ്ങനെ അങ്ങ് പോട്ടെ. അടുത്ത വീഡിയോ നമുക്ക് 30 മിനിറ്റോ 40 മിനിറ്റോ എത്ര വെച്ചാൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പം എന്തായാലും ഈ വീഡിയോ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ ഗീന്റെ കാര്യങ്ങൾ മറക്കണ്ട, ഒന്നും മറക്കണ്ട. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താ പറയാ, ഒരു ബിസിനസ് എൻ്റെതായ ഒരു ബ്രാൻഡ് വളർത്തിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിലോട്ടുള്ള ഒരു കാൽവെപ്പ് മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ഇതിന്റെ സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ പറയാം, മറക്കാണ്ട് തന്നെ പറയാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ പറ്റിക്കപ്പെട്ടൊരു സംഭവമാണ്. അപ്പൊ ദാ ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങ് നിർത്തട്ടെ. ശരി, അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.